കുഞ്ഞുങ്ങൾക്കൊരു ഫുഡ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഗോതമ്പല്ലേ, ഗോതമ്പ് ഒരു 2-3 കയ്യിലെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒരു 2 വട്ടം കറക്കി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കൊരു ഫുഡ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഗോതമ്പല്ലേ, ഗോതമ്പ് ഒരു 2-3 കയ്യിലെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒരു 2 വട്ടം കറക്കി കൊടുക്കുക. ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല, ഐറ്റങ്ങൾക്ക് ഗോതമ്പ് നേരിട്ട് കൊടുത്ത ഒരു കഴിക്കൂലല്ലോ. അപ്പം ഇങ്ങനെ പൊടിച്ചിട്ട് ചെറിയ പൊടികളാക്കിയിട്ട് കൊടുത്താലേ ഐറ്റങ്ങൾ വേഗം കഴിക്കും. അത് നല്ലതുമാണ് കോഴിക്കുട്ടികൾക്ക്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ ഗോതമ്പം നുറുക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊടുന്നില്ല, ആ ഗോതമ്പത്തിൻ്റെ നുറുക്കാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ തിന്നണത്. നല്ല തിന്നും വിറ്റങ്ങൾ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ, നേരിട്ടിട്ട് ചെറിയ കുട്ടികൾക്ക് അങ്ങനെ തിന്നാൻ വയ്ക്കൂല. ചെറിയ കുട്ടികൾ ഗോതമ്പം തിന്നണില്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ച് കൊടുത്താൽ മതി. നമുക്കിവിടെ ഒരു 4 ചെറിയ കുട്ടികളും 4 വലിയ കുട്ടികളും. വലിയോലും തിന്നും. വലിയോൽക്ക് ഞാൻ തലേ ദിവസം ഉണ്ടാക്കി കുറച്ച് മുരിങ്ങൻ്റെ ഇല ബാക്കിയുണ്ടായിരുന്നു, കുറച്ച് ചോറ്, ഈ ഗോതമ്പത്തിൻ്റെ നുറുക്ക്, അങ്ങനെ എല്ലാ ഫുഡും കൊടുക്കാം. ഫുഡ് നമ്മൾ മേടിച്ചു കൊടുത്താലൊന്നും അത്ര മുതലാവില്ല. അങ്ങനെ കൊടുത്താലും നല്ലതാണ് ഫുഡ്.